രാഹുൽ, വെൽക്കം ടു റീച്ച് ചാർട്ട് ടോക്സ്. ഹായ്, നമുക്ക് 11 June 2025 ട്രേഡിംഗ് അനാലിസിലോട്ട് പോവാം. നിഫ്റ്റിയുടെ നിഫ്റ്റി നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഒരു സൈഡ് വേസിലായിരുന്നു അല്ലേ, ഫുള്ളി സൈഡ് വേസിലായിരുന്നു മാർക്കറ്റ്. എനിക്ക് ചെറിയൊരു വൈഫൈയുടെ പ്രശ്നമുണ്ട്, വൈഫൈ വർക്ക് ചെയ്യുന്നില്ല. ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. ഓക്കെ, ഞാൻ ലാസ്റ്റ് എല്ലാം എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മള് പ്ലാൻ കളയാറില്ല. നിഫ്റ്റി നമ്മൾ അവർ പ്ലാൻ ഇങ്ങനെയായിരുന്നു. നിഫ്റ്റി ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നിട്ട്, അതായത് ആഫ്റ്റർ 9:30 and 9:45 ഇവിടുന്ന് മൂവ്മെന്റ് പോയിട്ടുണ്ടാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവ്മെന്റ് ട്രേഡ് നിഫ്റ്റി വന്നിട്ടില്ല. ഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴെ വന്നിട്ട് നിഫ്റ്റി ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യുക, അതായത് ഇത് ചെയ്യായിരുന്നു, അതായത് കൺസോളിഡേറ്റ് ചെയ്യായിരുന്നു. നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് പ്ലാൻ നിഫ്റ്റി ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു. ആ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഏകദേശം ഒരു 50 പോയിന്റ് കൂടെ താഴോട്ട് വരണമായിരുന്നു. നിഫ്റ്റി വന്നില്ല. നിഫ്റ്റി ഇവിടുന്ന് തന്നെ തിരിച്ചിട്ട് മുകളിലോട്ട് പോയി. ഈ പ്ലാൻ നമ്മൾ പറഞ്ഞിരുന്നത് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, താഴോട്ട് വന്നിട്ട് നിഫ്റ്റി മുകളിലോട്ട് പോവുകയാണെങ്കിൽ T1 ആയിട്ട് വരുന്നതെന്ന് നമ്മൾ വരച്ച ലൈൻ പെർഫെക്റ്റ് ആയിരുന്നു. നിഫ്റ്റി അവിടം വരെയായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നമ്മുടെ ട്രേഡിംഗ് സോണിൽ വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, നിഫ്റ്റിയിൽ ട്രേഡ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓൾ ഡ്രോയിങ്സ് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ മന്ത്ലി മൾട്ടിഫ്രെയിം അനാലിസിസിലോട്ട് പോവാം. ഓക്കെ, മൾട്ടിഫ്രെയിം അനാലിസിസ്. മന്ത്ലി വ്യൂ നിഫ്റ്റി സ്റ്റിൽ അപ് ട്രെൻഡ് തന്നെയാണ്. നിഫ്റ്റി കാണുന്നുണ്ടല്ലോ, നിഫ്റ്റി സ്റ്റിൽ ഒരു പോസിറ്റീവിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റി ദിസ് വീക്ക് അല്ലെങ്കിൽ അപ്കമിങ് വീക്കിൽ നിഫ്റ്റി ഒരു മേജർ മൂവ്മെന്റ് കൂടെ തരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. നിഫ്റ്റി നമ്മൾ അപ് ട്രെൻഡ് മന്ത്ലിയിൽ നമ്മൾ നിഫ്റ്റിയിൽ സ്റ്റിൽ അപ് ട്രെൻഡിൽ തന്നെയാണ് നമ്മൾ നിഫ്റ്റിയിൽ നോക്കി കാണുന്നത്. ബിക്കോസ് ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട്. ഓക്കെ, വീക്കിലിയിൽ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിന്റെ മുകളിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്തത്. ഓക്കെ, ലാസ്റ്റ് വീക്കിന്റെ മുകളിലാണ് നിഫ്റ്റി ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടുള്ളത്. വീക്കിലിയിലും നിഫ്റ്റി ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ്. ഈ ഒരു റെഡ് ക്യാൻഡിൽ നിങ്ങൾ നോക്കണ്ട. നിഫ്റ്റി സ്റ്റിൽ അപ് ട്രെൻഡ് തന്നെയാണ് നിഫ്റ്റി വീക്കിലിയിലുള്ളത്. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ നിഫ്റ്റി ചെറിയ ഒരു ബിയറിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഇത് ബിയറിഷ്നെസ് അല്ല ആക്ച്വലി. ഓക്കെ, നിഫ്റ്റി ബിയറിഷ് ആവണമെങ്കിൽ നമ്മുടെ ഈ 25,000 താഴെ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് ടൈം പുൾ ബാക്ക് കാണാൻ പറ്റും. ആസ് എ ഇൻട്രാഡേ ട്രേഡർ ഒരു പുൾ ബാക്ക് നമുക്ക് എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു 200 അല്ലെങ്കിൽ 100-200 പോയിന്റ്സ് താഴെ ട്രേഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ് ടു ദീസ് ലെവൽ, അപ് ടു ഒരു 24,800 വരെ നമുക്ക് ആ ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ ആ ഒരു ട്രേഡിലോട്ട് നമ്മൾ ഇപ്പോഴും പോകുന്നില്ല. നമ്മൾ ഇപ്പോഴും നമ്മുടെ ഫോക്കസ് സ്റ്റിൽ നിഫ്റ്റിയുടെ അപ്പ് മൂവ്മെന്റിന് വേണ്ടി തന്നെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ ഡേ ഹൈ വീണ്ടും മാർക്ക് ചെയ്ത് വെക്കാം. ഇന്നത്തെ ഡേ ഹൈ വീണ്ടും മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഇന്നത്തെ നാളത്തെ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടാത്ത ഒരു സോൺ നമുക്ക് പറഞ്ഞുതരാം. നമുക്ക് നാളെ നമ്മുടെ ഇന്നലത്തെ സെയിം പ്ലാൻ നമ്മൾ നാളെയും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു ഗ്യാപ്പിന്റെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ഇത് കുറച്ച് താഴോട്ട് ഇറക്കി വെക്കാം. ഓക്കെ, നിഫ്റ്റി ചെറിയ ഒരു പോയിന്റും കൂടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ, ഓക്കെ, നാളത്തെ ട്രേഡിംഗ് പ്ലാൻ നിഫ്റ്റി ഇവിടുന്ന് ചെറിയ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡേ ലോയിൽ നിന്ന് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ നിഫ്റ്റി ഇവിടുന്ന് ഈ ഒരു മൂവ്മെന്റ് നിഫ്റ്റി നാളെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഓക്കെ, പിന്നെയും നമ്മുടെ ടാർഗറ്റ് T1 ഇത് തന്നെയായിരിക്കും. ഓക്കെ, നമ്മുടെ T1 സ്റ്റിൽ 25,100 തന്നെയായിരിക്കും നമ്മൾ T1 ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഈ T1 നമുക്ക് വരണമെങ്കിൽ നമ്മൾ നിഫ്റ്റി ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുക്കണം. ഓക്കെ, ഒരു ഗ്യാപ്പ് ഡൗണിലോ അല്ലെങ്കിൽ ചെറിയ ഒരു പുൾ ബാക്കോ തന്നിട്ട് ഇവിടുന്ന് നിഫ്റ്റി ബൈ ഓൺ ദ ടിപ്പ്
ഓക്കെ, ബൈ ഓൺ ദ ബോട്ടം നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. നിഫ്റ്റി ഇവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി നമ്മുടെ ബൈ ഓൺ ദ ബോട്ടം ഈ ഒരു 25,000 ഈ 25,030 ഈ ഒരു ലോയില് നിഫ്റ്റി സപ്പോർട്ട് എടുക്കും. നിഫ്റ്റി സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു മൂവ്മെന്റ് ആണ് നാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അതല്ല നമ്മുടെ നിഫ്റ്റി ഇതിന്റെ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നിഫ്റ്റി ഇവിടുന്ന് ഫർദർ അപ്പ് മൂവ്മെന്റ് ഇവിടുന്ന് തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ബൈ വരുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, ബൈ ഇവിടെ നമ്മുടെ ബൈ വരുന്നത്. മുകളിലോട്ടുള്ള ടാർഗറ്റ് നമ്മൾ പറയുന്ന പോലെ 25,100, 200, 25,300, 400, 500, 25,500 ആണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് മുകളിലോട്ടുള്ളത്. അതായത് നാളത്തെ അപ്കമിങ് ഡേയ്സിൽ. ഓക്കെ, മുകളിലോട്ടുള്ള ടാർഗറ്റ് ഉറപ്പായിട്ടും നിഫ്റ്റി ഈ മന്തിന് ആകുമ്പോൾ തന്നെ നിഫ്റ്റി 26,000 വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇപ്പൊ നിഫ്റ്റിയുടെ കണ്ടീഷൻ അനുസരിച്ച് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗണിലോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കിലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബൈ കൊടുക്കും. അതിന് തൊട്ട് താഴെ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും. ഓക്കെ, ഇത് നമ്മുടെ ഈ ഏരിയയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. ഒരു 50 പോയിന്റ് താഴോട്ട് 100 പോയിന്റ് മുകളിലോട്ട് നമ്മൾ ഉള്ള ടാർഗറ്റും വെക്കും. ഇതായിരിക്കും നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. അല്ലെങ്കിൽ 25,000 to 100 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് ചെയ്യണം. ആ മൂവ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഇവിടുന്നുള്ള ബൈ മുകളിലോട്ട് ചെയ്യും. 25,500, 25,200, 300 എന്നുള്ള ടാർഗറ്റ്സിന് വേണ്ടിയിട്ട്. അതല്ല നിഫ്റ്റി ഇവിടെ തന്നെയാണെങ്കിൽ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് സൈഡ് വേസിൽ ചെയ്യാണ്ട് നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. ഈ മൂവ്മെന്റിനകത്ത് ഇരുന്നെങ്കിൽ നമ്മൾ നാളെ ട്രേഡ് ചെയ്യത്തില്ല. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യത്തുള്ളൂ, ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ പുൾ ബാക്ക്. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.